നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴ പട്ടണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ശുചീകരണ പ്രവർത്തനങ്ങൾ. അത് 35 വാർഡുകളും ടൗണുകൾ ഉൾപ്പെടെ തീർത്തും ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓടകളുടെ സൈഡിലുള്ള പുൽമേടുകളും മുഴുവനും വെട്ടിമാറ്റിക്കൊണ്ട് നമ്മുടെ പൊതുജനം കൈകൊണ്ട് വിസർജിക്കുന്ന സാധനങ്ങൾ എല്ലാം തന്നെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തൊടുപുഴയുടെ നഗരസഭയുടെ കീഴിലുള്ള മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡും കാലങ്ങളായി പരിഹരിക്കപ്പെടാതിരുന്ന കുണ്ടും കുഴിക്കും ശാശ്വത പരിഹാരം. ചെയർമാനെ നമസ്കാരം. തൊടുപുഴ കാത്തിരുന്ന ചില ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ എല്ലാ വാർഡുകളിലും ദ്രുതഗതിയിൽ നടക്കുകയാണ്. നല്ല കാര്യം. അതോടൊപ്പം തന്നെ നിരവധി പരാതികളും ചാനലുകളൊക്കെ വാർത്ത നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡും പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതും അഭിമാനമുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് നടക്കാൻ കാരണങ്ങൾ എന്താണ്? പല കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. കാലതാമസം വന്നു എന്നുള്ളത് അതൊരു ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ്. ഓരോ കാര്യത്തിലും കൗൺസില് തീരുമാനിക്കുന്നു, അതിന് കൃത്യമായ ഫോളോ അപ്പ് ഇല്ലായിരുന്നു എന്നതാണ് ഇതിലുണ്ടായ ഒരു താമസം. എന്തായാലും വകുപ്പ് തല ഉദ്യോഗസ്ഥരെ എല്ലാം വിളിച്ചു ചേർത്ത് ഒരു കാര്യം തീരുമാനിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കണം എന്ന നിർദ്ദേശം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും കൗൺസിലേഴ്സും സജീവമായി ആ വിഷയത്തിന് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുക എന്നൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്പീഡായി നടക്കും. നാഥനില്ലാതെ കിടന്ന കളരിക്കൊരു നാഥനായിപ്പോൾ ആ കളരിക്ക് വേണ്ടതെല്ലാം പരിശുദ്ധമായ ഒരു അന്തരീക്ഷം പൂർത്തീകരിക്കുക എന്ന ദൗത്യമാണ് ചെയർമാനായതിനു ശേഷം കെ ദീപക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ പല പണികളും കോൺട്രാക്ടർ ഏറ്റെടുക്കാതെ ഒഴിവായിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഏതു പണികൾ ഏറ്റെടുക്കാനും സന്നദ്ധത കാണിക്കുന്ന കോൺട്രാക്ടർമാരുടെ മനോഭാവവും ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുന്നു. സുശക്തമായ ഒരു ഭരണ സംവിധാനത്തിനു മാത്രമേ ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി പൂർത്തീകരിക്കാൻ സാധിക്കുക എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് തൊടുപുഴ നഗരസഭയിൽ കാലങ്ങളായി പരിഹരിക്കപ്പെടാതെ കടന്നിരുന്ന റോഡ് ഗതാഗത സംവിധാനത്തിനും ശുചിത്വ പരിപാലനത്തിനും മാർഗം കണ്ടെത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഹരിക്കാൻ സർക്കാർ തലത്തിൽ പല മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും പൊതുജനം അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇപ്പോഴും റോട്ടിലേക്കുള്ള വലിച്ചെറിവ് പതിവാണ്. അതിനും കൂടി ഉടനടി ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കട്ടെ. കുപ്പികൾ അതേപോലെ തന്നെ ലേസ് ബിൻകോ അങ്ങനെയുള്ള എൻ്റെ കുറേ പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ കാര്യങ്ങൾ റോഡ് വരാറുണ്ട്. അങ്ങനെ വരുന്ന കാര്യങ്ങൾ കുറച്ച് ഞങ്ങൾ പെറുക്കി കളക്ട് ചെയ്ത് മാറ്റാറുണ്ട്. കളക്ട് ചെയ്ത് നിങ്ങൾ ഹരിതകർമ്മസേനകൾ ചാക്കളികളെ ഇടയ്ക്ക് നിറച്ച് വയ്ക്കുക. ഹരിതകർമ്മസേന അവർ കളക്ട് ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങൾ. നിങ്ങൾ എത്ര ടീമുകളാണ് ടൗണിൽ പണിയണേന്ന് അറിയാം? ഒരു ആവറേജ് 4-5 സെറ്റെങ്കിലും മെഷീൻ ടൗണിൽ പണിയുണ്ട്. അത് വാർഡുകളും ടൗണുകളുമാണ്. ടൗണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 35 വാർഡുകളുണ്ട്. 35 വാർഡുകളിലെ ഓരോ മെമ്പർമാരും അത്യാവശ്യം പറയുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ അത്യാവശ്യം എവിടെയൊക്കെയാണോ അത് നോക്കിയിരിക്കാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഓരോരുത്തർ വന്ന് മെമ്പർമാർ എഴുതിയിടും ഇന്നോടത്ത് കാര്യങ്ങളുണ്ടെന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് അത്യാവശ്യമുള്ള അനുസരിച്ച് നമ്മളിപ്പോൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം ഈ വേസ്റ്റുകൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? വേസ്റ്റുകൾ കാണുന്നത് ഞങ്ങൾ കളക്ട് ചെയ്തൊരിടത്ത് കൂട്ടി വെച്ചിട്ട് കർമ്മസേന കൊണ്ട് എടുപ്പിക്കാറുണ്ട്. അപ്പോൾ വേറും ചാക്കുകൾക്ക് അത്ര അങ്ങനെ നിറച്ച് വെച്ചിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡ് പണി തീർന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ചങ്ങലയാക്കിയിട്ട് അവിടെ വേർതിരിച്ചു. അത് പലർക്കും ബുദ്ധിമുട്ടായി എന്നാണ് അവിടെയുള്ളവരുടെ അഭിപ്രായം. മുനിസിപ്പാലിറ്റി എങ്ങനെ വിലയിരുത്തും? മങ്ങാട്ടുകോല ഷോപ്പിംഗ് കോംപ്ലക്സിന് ചുറ്റുമായി ചങ്ങലയിട്ട് തിരിച്ചതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. കാരണം അത് ആ കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് മാത്രം അതിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് അവിടെ ഉള്ളത്. ആ പാർക്കിംഗ് ഏരിയയിലെ അവസ്ഥ ഇപ്പോൾ പുറത്തു നിന്നുള്ള പല ലോറികൾ അതുപോലെയുള്ള വലിയ വാഹനങ്ങളെല്ലാം കൊണ്ടുപോയി ദിവസങ്ങളോളം പാർക്ക് ചെയ്തിട്ട് പോവുക. ഇന്ന് തന്നെ ഒരു സംഭവം ഉണ്ടായി. ഒരു ലോറി അവിടെ ഒരാഴ്ചയായി കിടക്കുകയാണ്. അത് ആരുടെയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള അനധികൃതമായി പാർക്ക് ചെയ്തിട്ടുള്ള മുഴുവൻ വാഹനങ്ങളും അതിൽ നിന്ന് പുറത്താക്കും. അതിനു വേണ്ടിയാണ് അവിടെ ചങ്ങല കെട്ടി തിരിച്ച് അവിടെ സംരക്ഷിക്കുന്നു. അതിനുവേണ്ടി അവിടെ സെക്യൂരിറ്റിയെ നിർത്താനാണ് ഉദ്ദേശിച്ചത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.